ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ മക്കളെ, ഇന്നൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉലുവ നമ്മൾ നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതക്കിയതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ പച്ചച്ചോയ മാറുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നല്ലോണം പച്ചച്ചോയൊക്കെ മാറുന്ന രീതിക്ക് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 10-15 കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് വാട്ടിയെടുക്കണേ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വാടണം, എന്നാലേ കറിക്ക് അത്യാവശ്യം ടേസ്റ്റും ചൊയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം വാട്ടിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ വാടിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള തക്കാളി എടുക്കുക, അത് ചേർത്ത് കൊടുക്കുക. പുളിക്ക് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ പുളിയാണ് എടുക്കുന്നത്, ഞാൻ പുളി എടുക്കുന്നില്ല. ഇതിൽ കുറച്ച് തക്കാളിയാണ് കുറച്ച് അധികം ചേർത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പുളി എടുക്കുന്നുണ്ടെങ്കിൽ തക്കാളിയുടെ അളവ് കുറയ്ക്കുക. എന്നിട്ട് പുളിയും കൂടി കുറച്ച് പിഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതിനെ കൂടി ഒന്ന് വാട്ടിയെടുക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തതിനെ കൊണ്ട് ഇതിലും നമ്മൾക്ക് പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ അതും ജസ്റ്റ് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ആരും മറക്കണ്ട. അപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് വാടി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വാടുന്നവരെ നമുക്കിതൊന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കുക. എന്നിട്ട് വാടിയതിന് ശേഷം നമ്മൾ എന്താക്കുക, ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് കറിയിൽ അലിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്ന രീതിക്ക് നിൽക്കുകയാണേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി, അതായത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഈ 3 മസാലപ്പൊടികൾ മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. അല്ലാണ്ട് മീൻ മസാലയൊന്നും നമ്മൾ അധികമായിട്ട് എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നില്ല. ഇത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം ഇതിനെ പച്ചച്ചോയ മാറുന്ന രീതിക്ക് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല മണം വരുന്ന ഒരു രീതിക്ക് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണേ മസാല. അപ്പോൾ മസാല നന്നായിട്ട് വറകാൻ വേണ്ടി നമ്മളത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പച്ചവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുളി ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, പുളി കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെക്കുക. എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞതിന് ശേഷം എന്താക്കുക, ഒന്ന് പാർന്നു കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എത്ര വെള്ളമാണ് നമുക്ക് മീൻ വേവാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ലാസ്റ്റ് തേങ്ങ അരച്ച് പാരുന്നേരം നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചൂടുവെള്ളം വേണം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാതെ. അപ്പോൾ ഞാനിവിടെ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. മസാലകളൊക്കെ വെള്ളത്തിൽ അലിയുന്ന രീതിക്ക് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ജസ്റ്റ് നമുക്കത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ മീനൊന്ന് വേവിച്ചെടുക്കുന്നത്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചൈനീസ് ആവോലി എന്നിട്ടുള്ള ഒരു ആവോലിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ്. ഇപ്പോൾ ഞാനവിടെ എടുത്തിട്ടുള്ളത് ചൈനീസ് ആവോലി എന്നിട്ടുള്ള നല്ലൊരു മീനാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ് മീന്. അപ്പോൾ ഇതെടുക്കുക, എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് നമുക്ക് തിളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് അധികം വേവില്ല, നല്ല വേവ് കുറഞ്ഞിട്ടുള്ള മീനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് തിളച്ചിട്ടിയാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ മീനൊക്കെ വെന്തിട്ട് പിന്നെ നമുക്ക് തേങ്ങ വരുന്ന സമയത്ത് ഒന്നും കൂടി തിളപ്പിക്കാനുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ പാർന്നിട്ടുള്ള വെള്ളമൊക്കെ നല്ലോണം പിന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കുക, പോരെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ. അല്ലാണ്ട് നമുക്ക് മീൻ വേവുന്ന സമയത്ത് മീനിൽ ഉപ്പ് പിടിക്കാതായിപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ സമയത്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കി ഒന്ന് കുറച്ചുകൂടി കുറവുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മീൻ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം വെന്ത് പോകരുത്, ഞാൻ എടുത്തെടുത്ത് പറയുകയാണെന്ന്. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ തന്നെ നമ്മളെ മീൻ വേവാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ അധികം ഇട്ട് കയ്യിലിട്ട് ഇളക്കിയിട്ട് മീൻ ഉടയ്ക്കാതെ നല്ല അടിപൊളി തന്നെ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ടെടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇളക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ.
അപ്പോൾ മീനൊക്കെ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് തേങ്ങ പാരാനേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കിയൊക്കെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത് വെന്ത് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഈ തേങ്ങയിൽ നമ്മൾ കുറച്ച് പെരിഞ്ജീരകവും നല്ല ജീരക ലെവൽ, പെരിഞ്ജീരകം അതായത് വലിയ ജീരകം, അതുപോലെ തന്നെ നല്ല കുറച്ച് കുഞ്ഞുള്ളി കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് മീൻ ഉടയാത്ത രീതിക്ക് നന്നായിട്ട് ചെറുതാക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അധികം ഇട്ട് ഇളക്കരുത്, നമ്മൾ മീൻ ഉടഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമുക്ക് ഇവിടെ കറി റെഡി ആയിട്ട് കിട്ടുവേ. അപ്പോൾ ഇതാണ് നമ്മളെ ചൈനീസ് ആവോലിയുടെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസുകൾ ഇടാൻ തന്നെ താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൂടെ അറിയിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇനിയും പുതിയ പുതിയ റെസിപ്പിയായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നവരെ ബൈ ബൈ. ജസ്റ്റ് നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റെസിപ്പി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ മീനൊന്നും വെന്തിക്കില്ല എന്നുള്ള ആർക്കും ടെൻഷൻ വേണ്ട, നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റെസിപ്പി. എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ലാസ്റ്റ് ഒന്നും കൂടി പറയണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.